തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാർത്തകൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് പറയുന്നു അതിന്റെ കൂടുതൽ വാർത്തകൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ബസ് വിവാദത്തിന്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മേയർ വി വി രാജേഷും അതുപോലെ തന്നെ ശ്രീ കെ ബി ഗണേഷ് കുമാറും തമ്മിൽ വലിയൊരു തർക്കം നടക്കുകയാണ്. പക്ഷെ തർക്കം നടക്കുന്നവർ രണ്ടുപേരും അറിയാനും കേരളത്തിലെ പൊതുസമൂഹം അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേര് തർക്കിക്കുമ്പോഴും പൊതുസമൂഹം രണ്ട് പക്ഷമായി നിൽക്കുമ്പോഴും യഥാർത്ഥ വിഷയം നിങ്ങൾ ആരും മനസ്സിലാക്കുന്നുമില്ല, അഡ്രസ്സ് ചെയ്യുന്നുമില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദയവായി ഈ വീഡിയോ കാണുന്നവർ വി വി രാജേഷിന് തന്നെ ഇത് അയച്ചു കൊടുക്കണം. എന്തുകൊണ്ട് ഇലക്ട്രോണിക് ബസ്? ഇതാണ് ചോദ്യം. കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആവട്ടെ പ്ലാനിംഗ് നടത്തുന്നത് ഉദ്യോഗസ്ഥരും ഇന്റലക്ച്വൽസും അങ്ങനെയുള്ള അക്കാഡമിഷ്യന്മാരുമാണ് ഈ പ്ലാനിംഗ് നടത്തുന്നത്. അവർ പറയുന്ന പ്ലാനിങ്ങിന്റെ തിയറികൾ അതുപോലെ പ്രയോഗത്തിൽ വരാറില്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. അതുപോലെ വന്നാലാണ് രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്നത്. കാരണം ഈ ചെയ്യുന്നവരെ ഇപ്പം ഒരു സയന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കൂട്ടം സയന്റിസ്റ്റുമാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം, ആസൂത്രകരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ സ്പേഷ്യൽ പ്ലാനിംഗ് നടത്തുന്നവർ, റിസോഴ്സ് പ്ലാനിംഗ് നടത്തുന്നവർ, ഇന്റഗ്രേറ്റഡ് പ്ലാനിംഗ് നടത്തും. ഈ പ്ലാനിംഗ് ചെയ്യുന്നവർക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. കാര്യം അവർ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നു, അവർ കാര്യങ്ങൾ എഴുതുന്നു, പഠിക്കുന്നു, അങ്ങ് പോകുന്നു. അവരല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പഠിക്കുന്നു, കോൺഗ്രസിന് വേണ്ടി പഠിക്കുന്നു, BJPക്ക് വേണ്ടി പഠിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ചരിത്രകാരന്മാരാണെങ്കിൽ പിന്നെ ഉണ്ടെന്ന് പറയാം. ശാസ്ത്രകാരന്മാർ അങ്ങനെ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ശാസ്ത്രകാരന്മാരുടെ, ഇന്ത്യയിലെ ശാസ്ത്രകാരന്മാരുടെയും പ്ലാനർമാരുടെയും അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവേഷകരുടെയും ഒക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു മാർഗമാണ്, ഒരു കാര്യമാണ്, നഗരങ്ങളിലാണ്, പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ്, ഡൽഹി, ബോംബെ, കൽക്കട്ട, പിന്നെ ചെന്നൈ, തിരുവനന്തപുരം, ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ പ്രമുഖമായ മെട്രോപൊളിറ്റൻ കോസ്മോപൊളിറ്റൻ സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ പൊല്യൂഷനെ പിടിക്കാൻ എന്തൊക്കെ ചെയ്യാം? 3-4 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, പൊല്യൂഷൻ കുറയ്ക്കുന്ന വാഹനങ്ങൾ കൊണ്ടുപോകണം. അവിടെയാണ് അന്തരീക്ഷത്തിലേക്ക് കാർബൺ വിടുന്ന, കാർബൺ വാതകങ്ങൾ യൗഗികങ്ങളൊക്കെ വിടുന്ന ഡീസലും മണ്ണെണ്ണയും പെട്രോളിന്റെയും ഉപയോഗം കുറയ്ക്കുക ഒന്നാമത്തെ ജോലി. അപ്പൊ ഇലക്ട്രോണിക് വാഹനം വരുന്ന അതിനാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയ വഴികളിലൂടെ ഇത് പോകാൻ പറ്റണം. അതുകൊണ്ടാണ് ചെറിയ ബസ്. ബാറ്ററിയിൽ ഇത് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ചെറിയ ബസ്. ഇനി വേറെ അടുത്ത 4-ാമത്തെ കാര്യം, കുറെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഈ ബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യ ഗവൺമെന്റ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ബസ് ഏറ്റവും പ്രോപ്പറായ സിറ്റിയിലൂടെ ഇങ്ങനെ ഓടുമ്പോൾ അവിടേക്ക് വരുന്ന ട്രാഫിക് ഡെൻസിറ്റി കുറയ്ക്കാം. എന്തിന്റെയൊക്കെ? കാറിന്റെ, സ്കൂട്ടറിന്റെ, ആട്ടോ പോലുള്ളവരുടെ ട്രാഫിക് ഡെൻസിറ്റി കുറയ്ക്കാം. അങ്ങനെ ട്രാഫിക് ഡെൻസിറ്റി കുറയ്ക്കുമ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, ആക്സിഡന്റ് പിടിക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. 2, ആ വാഹനങ്ങൾ, ഇത് ഇലക്ട്രോണിക് വാഹനങ്ങളെ പോലുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ജനങ്ങൾ മറ്റ് സ്വന്തം വാഹനങ്ങളുമായി ഇറങ്ങുമ്പോൾ അത് പുറത്തു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതിന്റെ പെട്രോളും ഡീസലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പുറത്തു വരുന്ന അന്തരീക്ഷ മലിനീകരണം ഇതും പിടിക്കാം. ഇത് ഇത്രയും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിക് ബസ് വന്നത്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, ഡയറക്റ്റ് ഇലക്ട്രോണിക് ബസ് ഓടുമ്പോൾ നഷ്ടം വരും. ചിലപ്പോ നഷ്ടം വന്നാലും ഇലക്ട്രോണിക് ബസ് ഓടിക്കണം. എന്തെന്നാൽ ആത്യന്തികമായത് വലിയ ലാഭമാണ് ഉണ്ടാക്കുക. കാരണം ഇലക്ട്രോണിക് ബസ് ഓടിക്കുന്നതിലൂടെ അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞു. അപ്പൊ അന്തരീക്ഷ മലിനീകരണം കൂടുമ്പോൾ ചെലവാക്കേണ്ട തുക ആവശ്യമില്ല, അതിന്റെ ലാഭം വന്നു. രണ്ടാമത്, ട്രാഫിക് ഡെൻസിറ്റി കുറഞ്ഞു, ആക്സിഡന്റ് കുറഞ്ഞു, അതിന്റെ ലാഭം വന്നു. മൂന്നാമത്, ട്രാഫിക് ഡെൻസിറ്റി കുറയുമ്പോൾ വാഹനങ്ങൾ കുറയുന്നത്, അതുണ്ടാക്കുന്ന പൊല്യൂഷന്റെ റേറ്റ് കുറഞ്ഞു, അതിന്റെ ഒരു ലാഭം വന്നു. അപ്പൊ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കച്ചവടമല്ല എന്നുള്ളത് വി വി രാജേഷ് അവർകളും മന്ത്രിയും പൊതുസമൂഹം എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. ഇതൊരു കച്ചവടമല്ല. ബിസിനസ്. സാധാരണ സ്വകാര്യ ബസ്സുകാരൻ, ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ ഒരു സ്വകാര്യ വണ്ടിക്കാരൻ വണ്ടി നടത്തുന്ന പോലെ, അല്ലെങ്കിൽ ട്രിപ്പ് നടത്തുമ്പോഴുള്ള ഒരു ലാഭനഷ്ട കച്ചവടമല്ല ഇലക്ട്രോണിക് ബസ്. ഇലക്ട്രോണിക് ബസ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ, ട്രാഫിക് ആക്സിഡന്റ് കുറയ്ക്കാൻ, കാർബണിന്റെ യൗഗികങ്ങൾ അന്തരീക്ഷത്തിൽ വരുന്നത് കുറയ്ക്കാൻ, അത് സ്വന്തം ഈ ഇലക്ട്രോണിക് വാഹനത്തിന് പകരമുള്ള വാഹനത്തിൽ നിന്ന് വരുന്നതും കുറയ്ക്കണം, മറ്റുള്ള വാഹനത്തിൽ നിന്ന് വരുന്നതും കുറയ്ക്കണം. അതെല്ലാം കൂടെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ശാസ്ത്രീയമായ ഒരു കണ്ടുപിടുത്തമാണ് ഇലക്ട്രോണിക് വാഹനം. അതുകൊണ്ട് ഇലക്ട്രോണിക് വാഹനം അങ്ങനെ കണ്ടുപിടിച്ചത് ഒരു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇതൊന്നും പഠിപ്പിക്കലോ പറയലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സിറ്റിക്ക് ബസ് കൊടുത്തു. ഗണേശൻ വിചാരിച്ചു അത് ഗ്രാമത്തിൽ ഓടിയാൽ മതി. പറ്റില്ല. അപ്പൊ ചോദിക്കും, ഗ്രാമത്തിൽ പൊല്യൂഷൻ ഇല്ലേ? ചെറിയ ചോദിക്കും. നഗരത്തിലുള്ളതുപോലെ ഇത്രയും പൊല്യൂഷൻ ഗ്രാമത്തിലില്ല. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, വ്യാപകമായി മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാടും മരവും ഒക്കെ കൊണ്ട് ഏത് ഗ്രാമം എടുത്താലും
കാടെന്ന് പറഞ്ഞാൽ കൊടുങ്കാടല്ല, അതിന് സമാനമായ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ വീടുകൾ ഇരിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് കൂടുതൽ. ഇടുക്കി സിറ്റിയെ പോലെ അടുക്കിയടിക്കുക ഫ്ളാറ്റുകളും കാര്യം ഇപ്പൊ കുറച്ച് സ്ഥലങ്ങളിലുണ്ട് ഗ്രാമങ്ങളിൽ, പക്ഷെ സിറ്റിയെ പോലുള്ള വ്യാപകമായി അടുക്കിയടിക്കുന്ന കോളനികളും പിന്നെ ഫ്ളാറ്റുകളും ഒന്നും ഗ്രാമങ്ങളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷന് സാധ്യത കൂടുതലാണ്, അവിടെ അന്തരീക്ഷ മലിനീകരണത്തിന് സാധ്യത കുറവാണ്. നഗരങ്ങളിൽ തിരിച്ചാണ്, അന്തരീക്ഷ മലിനീകരണ സാധ്യത കൂടുതലാണ്. മാത്രമല്ല അർബൻ ഹീറ്റ് സിൻഡ്രോം എന്നൊരു പ്രോസസ് ഉണ്ട്. അർബൻ ഹീറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വിമാനത്താവളത്തിന്റെ അടുത്ത് നിന്നാൽ നമുക്ക് അവിടെ ചൂടാവുന്നത് കാണാം, അവിടുത്തെ അന്തരീക്ഷം. അതേസമയം രാജ്ഭവന്റെ അടുത്ത്, തിരുവനന്തപുരം വെച്ച് മനസ്സിലാക്കിയാൽ മതി, രാജ്ഭവന്റെ അടുത്ത് ചെന്നാൽ അവിടെ ഒരുപാട് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ചൂട് കുറവായിരിക്കും. ഈ രണ്ട് ചൂടിനെ തമ്മിലൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഈ അർബൻ ഹീറ്റ് സിൻഡ്രോം നമുക്ക് മനസ്സിലാവും. കാരണം ചൂട് കൂടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ പറയുന്ന അർബൻ ഹീറ്റ് സിൻഡ്രോം. അങ്ങനെ ചോദിക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിനകത്ത് അർബൻ ഹീറ്റ് സിൻഡ്രോമും കൂടുന്നുണ്ട്. അങ്ങനെ കൂടുമ്പോൾ അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും, വായു മലിനീകരണം ഉണ്ടാക്കും, മഴയുടെ തോതിൽ വ്യത്യാസം വരും, കാലാവസ്ഥ മാറ്റമുണ്ടാക്കും, കടലിന്റെ ജലനിരപ്പുമായിട്ടൊക്കെ ഇതിന് വലിയ ബന്ധമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കും, ഇവിടെ ഇലക്ട്രോണിക് ബസ് ഓടിക്കുന്നതും അറബിക്കടലിലെ അല്ലെങ്കിൽ കോവളത്തെ പിന്നെ വേളിയിലെ കടൽ തീരമായിട്ടുള്ള എന്ത് ബന്ധം? ഈ ബന്ധമുണ്ട് മാഷെ. ഇതാണ് ശാസ്ത്രം. ഈ ശാസ്ത്രം മനസ്സിലാക്കിയിരുന്നാൽ ഇവിടുത്തെ അർബൻ ഹീറ്റ് സിൻഡ്രോം കുറയ്ക്കാൻ വേണ്ടി, അന്തരീക്ഷത്തിന്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി, ഗ്രീൻ ഹൗസ് എഫക്ട് ഹരിതഗ്രഹ പ്രഭാവത്തിന്റെ അവസ്ഥ പ്രാദേശികമായി കുറയ്ക്കാൻ വേണ്ടി, സൂക്ഷ്മ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, മൈക്രോ ക്ലൈമാറ്റിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു 10, 25, 30 കാര്യമുള്ളതുകൊണ്ടാണ് ഇലക്ട്രോണിക് വാഹനം കൊടുത്തിരിക്കുന്നത്. ഇത് മനസ്സിലാകാത്ത ഭരണകൂടങ്ങൾ ഇവിടെ ഉള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് പ്ലാനിങ്ങിന്റെ വഴിക്ക് പോവും, ശാസ്ത്രജ്ഞന്മാരുടെ വഴിക്ക് പോവും, സാങ്കേതിക വിദ്യകളുടെ പോവും. ഈ വണ്ടി ഇറക്കിയപ്പോൾ ഈ വണ്ടിക്ക് ആധാരമായ ഒരു കൺസെപ്റ്റ് നോട്ട് കാണും. എന്തുകൊണ്ട് ഇലക്ട്രോണിക് വെഹിക്കിൾ? ആ കൺസെപ്റ്റ് നോട്ടിൽ ഇതിൽ പലതും എഴുതിയിരിക്കും. ഒരു മനുഷ്യൻ അത് വായിച്ചു കാണത്തില്ല. പ്രസിഡന്റ് വായിച്ചു കാണത്തില്ല, സെക്രട്ടറി വായിച്ചു കാണത്തില്ല, മേയർ ഇപ്പൊ വന്നതേ ഉള്ളൂ, ആദ്യത്തെ ദിവസം ആയതേ ഉള്ളൂ, അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മന്ത്രിയും വായിച്ചിട്ടില്ല, ഒരു മനുഷ്യൻ ഇത് വായിച്ചിട്ടില്ല. വായിച്ചാൽ ആരെയും പഠിപ്പിക്കുകയില്ല. അപ്പൊ ഇലക്ട്രോണിക് അതുകൊണ്ട് തന്നെ വി വി രാജേഷ് അവരോട് പറയാനുള്ളത്, ഇലക്ട്രോണിക് വാഹനം തന്നെ നിങ്ങൾ ഓടിക്കുകയാണെങ്കിലും അത് പ്രോപ്പർ സിറ്റിയിലേ ഓടിക്കാവൂ. ഒരുപാട് പുറത്തോട്ട് പോകുന്നതുകൊണ്ട് കഥയില്ല. അത് അപ്പൊ പ്രോപ്പർ സിറ്റിയിൽ ഓടുന്ന വലിയ വാഹനങ്ങളെ നിങ്ങൾ പുറത്തോട്ട് ഓടിക്കുക. അപ്പൊ തിരുവനന്തപുരം സിറ്റിക്കകത്ത് വളരെ പ്രോപ്പറായിട്ടുള്ള സിറ്റിക്കകത്തുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ പേർക്കട, കൊടപ്പനക്കുന്ന് തുടങ്ങി ഉള്ളൂര് തുടങ്ങി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കരമന, ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയ സർക്കിൾ ഉണ്ടല്ലോ. ഈ സർക്കിളിനകത്ത് വേണം കൂടുതൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ ഓടാൻ. അതായത് ജനങ്ങളുടെ തിരക്ക് ഇപ്പൊ കഴക്കൂട്ടം വരെയൊക്കെ ഓടാം. ബാക്കി അതിന് പുറത്തോട്ട് ഓടേണ്ടത് സിറ്റിയിൽ ഓടുന്ന വലിയ ബസ്സുകളെയാണ് അങ്ങോട്ട് ഓടിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ ശാസ്ത്രീയ പരിപാടി. അപ്പൊ ഈ ശാസ്ത്രീയമായി ഇത് ചെയ്യുന്നതിന്റെ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്നും ഓരോ പുതിയ കണ്ടുപിടുത്തം ഇലക്ട്രോണിക് വാഹനം കണ്ടുപിടിച്ചത് തന്നെ ഇതിനാണ്. അപ്പൊ ഞാൻ ചുരുക്കുന്നു. ഒന്ന്, ഇലക്ട്രോണിക് വാഹനം കണ്ടുപിടിച്ചത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ. അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ലാഭനഷ്ടങ്ങൾ നോക്കിയാൽ ഇതിന്റെ ലാഭവും വേറെ, ഇത് അന്തരീക്ഷ മലിനീകരണം കുറയുമ്പോൾ കിട്ടുന്ന മറ്റ് ലാഭവും കൂടി കൂട്ടുമ്പോൾ ഇത് വലിയ ലാഭത്തിലേക്ക് പോകും ഇലക്ട്രോണിക് ബസ് എന്നുള്ളത് കണക്ക് കൂട്ടിയെടുക്കണം. അത് ട്രാഫിക് പിന്നെ ഇഷ്യൂവിന്റെ കാര്യം പറഞ്ഞു, ട്രാഫിക് ഡെൻസിറ്റി കുറയ്ക്കുന്ന പറഞ്ഞു, മറ്റു വാഹനങ്ങൾ അന്തരീക്ഷത്തിൽ വിടുന്ന പൊല്യൂഷന്റെ കാര്യം പറഞ്ഞു, പിന്നെ അർബൻ ഹീറ്റ് സിൻഡ്രോം പറഞ്ഞു. ഇങ്ങനെ ഒരു 10-25ഓളം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ടോട്ടാലിറ്റിയിൽ എടുത്താൽ ഇലക്ട്രോണിക് ബസ് വലിയ ലാഭമാണ്. ആ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്തുകൊണ്ടാണ് ഇലക്ട്രോണിക് ബസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബഹളം ഉണ്ടാക്കണ്ട. എത്ര ഇലക്ട്രോണിക് ബസ് ഉണ്ടെങ്കിലും അത് കേരളത്തിലെ സിറ്റികളിലേക്ക് ഓടാനായി ഗണേഷ് കുമാർ ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്തത് പരമാവധി സിറ്റിയിലേക്ക് വാങ്ങിച്ചാൽ തന്നെ പ്രോപ്പർ സിറ്റി, അതായത് ഗ്രാമമല്ലാത്ത സിറ്റിയിലേക്ക് അത് ഓടിക്കുക. അവിടെ ഓടുന്ന വലിയ ബസ്സുകളെ ഗ്രാമത്തിലേക്ക് ഓടിക്കുക.